ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് GNM ആൻഡ് ANM 2026 അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. LBS സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സ്ക്രീൻ ഓപ്പണായി വരുന്നതായിരിക്കും. GNM മാത്രം അപേക്ഷിക്കാൻ 400 രൂപയും GNMും ANM കോഴ്സും കൂടെ അപേക്ഷിക്കാൻ 600 രൂപയും ANM മാത്രം അപേക്ഷിക്കുവാൻ 300 രൂപയുമാണ്. SC/ST അപേക്ഷാർത്ഥികൾ DME DHS നഴ്സിംഗ് സ്കൂളുകളിൽ GNM മാത്രം അപേക്ഷിക്കുമ്പോൾ 200 രൂപ, GNM ആൻഡ് ANM അപേക്ഷിക്കാൻ 300 രൂപയും ANM മാത്രം അപേക്ഷിക്കാൻ 150 രൂപയാണ്. ഇത് SC/ST സ്റ്റുഡൻസിന് മാത്രമാണ്. അവർക്ക് വേണ്ടി മാത്രം ഒരു കോളേജ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന കോളേജ് എല്ലാം ഗവൺമെൻറ് കോളേജസിലേക്ക് വേണ്ടിയിട്ടുള്ള GNM ANM കോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ഈ സമർപ്പിക്കുന്നത്. പ്രൈവറ്റ് കോളേജുകൾക്ക് വേണ്ടിയുള്ളതല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി പോകാവൂ. അപേക്ഷിച്ചതിന് ശേഷം നിങ്ങളൊരു ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നതല്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. അപേക്ഷ ഫീസ് ഒടുക്കിയ ശേഷം നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ചെല്ലാൻ നമ്പർ ഉപയോഗിച്ച് അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പണത്തിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കാവുന്നതാണ്. സാമുദായിക സംവരണം, EWS സംവരണം, ഫീസ് ആനുകൂല്യങ്ങൾ എന്നിവ നിശ്ചിത കോളത്തിൽ രേഖപ്പെടുത്തുകയും അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. ഈ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവർക്ക് ആ ബേസ് ചെയ്തിട്ട് റിസർവേഷൻ കിട്ടുകയില്ല. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷിച്ചതിന് ശേഷം നമുക്കൊരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും അത് കഴിഞ്ഞ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നിവയാണ് വരുന്നത്. കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങളുടെ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ജൂലൈ 23 ലാസ്റ്റ് ഡേറ്റ്. SCBC സംവരണത്തിന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതായത് സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയെന്ന് പറഞ്ഞ് തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണം. 30/6/2025 ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനു മുന്നേ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വാലിഡ് അല്ല. ആ ഒരു ഡേറ്റിന് ശേഷമുള്ളത് മാത്രമേ വാലിഡ് ആവുള്ളൂ. ഇത് ശ്രദ്ധിക്കണം. SC/ST സംവരണത്തിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് 30/6/2023 ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. EWS സംവരണത്തിന് ഇൻകം ആൻഡ് അസറ്റ് സാമ്പത്തിക വർഷം 2025-26 4 ലക്ഷം വരുമാന പരിധി അല്ലെങ്കിൽ AAY PHH സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിരിക്കണം. ഇവിടെ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് ഒക്കെ അവൈലബിൾ ആണ്. ഈ പ്രോസ്പെക്ടസ് എല്ലാം മുഴുവനായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. തെറ്റായ ഒരു ഡോക്യുമെൻറ്റ്സും അപ്ലൈ ചെയ്യാതിരിക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്കിത് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. GNM ആൻഡ് ANM 2026 എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. കറക്റ്റ് അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.